കടന്നു വന്ന വഴിത്താരകളിൽ ലക്ഷോപലക്ഷം വ്യാപാരി സഹോദരങ്ങൾ നൽകിയ ആവേശോജ്വലമായ സ്നേഹോഷ്മളങ്ങളായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി പരക്കാരില്ലാത്ത അമരക്കാരൻ ശ്രീ രാജു അപ്സരയിതായി വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. സ്വന്തം ജന്മനാടായ കായംകുളത്ത് നൽകിയ ആവേശോജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ആവേശോജ്വലമായ സ്നേഹോഷ്മളമായ അങ്ങ് വടക്ക് കാസർഗോഡ് നിന്ന് ആരംഭിച്ച വ്യാപാര സംരക്ഷണ യാത്ര ഇതാ കായംകുളത്തിന്റെ പെരുമാറിലൂടെ കായംകുളത്തിന്റെ രാജവീതികളെ പുളക്കച്ചാർ തണിയിച്ചുകൊണ്ട് കായംകുളത്തിന്റെ സ്വന്തം രാജു അപ്സര ഇതാ കടന്നു വരുന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ രാജു അപ്സര നയിക്കുന്ന വ്യാപാര സംരക്ഷണ ജാഥ വ്യാപാര സംരക്ഷണ യാത്ര ഇതായി വാഹനത്തിന് തൊട്ട് വടക്ക് കാസർഗോഡ് ജില്ലയിൽ നിന്നും ആരംഭിച്ച വ്യാപാര സംരക്ഷണ യാത്ര ലക്ഷോപലക്ഷം വ്യാപാരി സഹോദരങ്ങളുടെ അനുഗ്രഹാശിസുകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് വ്യാപാരി കുടുംബങ്ങളുടെ അനുഗ്രഹാശിസുകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ലക്ഷോപലക്ഷം വ്യാപാരികളുടെ സ്നേഹോഷ്മളമായ ആവേശോജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് കായംകുളത്തിന്റെ സ്വന്തം രാജു അപ്സര ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജു അപ്സര ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. അങ്ങ് വടക്ക് കാസർഗോഡ് ജില്ലയിൽ നിന്നും ആരംഭിച്ച വ്യാപാര സംരക്ഷണ
രാജവത്സരയിലായി വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. അങ്ങ് വടക്ക് കാസർഗോഡ് ജില്ലയിൽ നിന്നും ആരംഭിച്ച വ്യാപാര സംരക്ഷണ യാത്ര ഇതാ കായംകുളത്തെ രാജവീതികളെ പുളകച്ച തണിയിച്ചുകൊണ്ടിതായി വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. കായംകുളത്തെ രാജവീതികളെ പുളകച്ച തണിയിച്ചുകൊണ്ട് കായംകുളത്തെ വ്യാപാരി സമൂഹവും കൂട്ടുകാരും ജന്മനാടും നൽകിയ സ്വീകരണത്തിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പകരക്കാരില്ലാത്ത അമരക്കാരൻ ശ്രീ രാജു അപ്സരയിതായി വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. അങ്ങ് വടക്ക് കാസർഗോഡ് നിന്നും ഏറ്റുവാങ്ങിക്കൊണ്ട് അവരൊക്കെ ആശ്രയിക്കുന്നത് ഈ കായംകുളം ടൗൺ, ഈ കായംകുളത്തിലെ വ്യാപാരികൊണ്ടാണ് അവരൊക്കെ ആ പണം കർഷകന്റെ കൈകളിലേക്ക് എത്തിച്ച് കർഷകന്റെ ൂഷ്മളമായ ആവേശപരമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് സ്വീകരണത്തിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് കായംകുളക്കാരൻ രാജു അപ്സരയിതായി വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. പ്രിയങ്കരനായ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജു അപ്സരയുടെ ജന്മനാടായ കായംകുളത്തിനായി എത്തിച്ചേർന്നിരിക്കുകയാണ്. കായംകുളത്തിന്റെ രാജവീതികളെ പുളകച്ച തണിയിച്ചുകൊണ്ട് യാത്ര ഇതായി വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. കടന്നു വന്ന വഴിത്താരകളിൽ ലക്ഷോപലക്ഷം വ്യാപാരി സമൂഹം
അപ്സര കായംകുളത്തിന്റെ സ്വന്തം രാജവത്സരയുടെ ഈ വാഹനത്തിന് തൊട്ടുപിന്നാലെ കടന്നു വരുന്നു. വ്യാപാരികളും സുഹൃത്തുക്കളും ജന്മനാടും നൽകിയ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് സ്വീകരണത്തിന് 1000 നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഇതാ പ്രിയങ്കരായ ഈ വാഹനത്തിന് തൊട്ടുപിന്നാലെ കടന്നു വരുന്നു. വ്യാപാരി ഈ പരിപാടിയിലോട്ട് കിടക്കുന്നത് ഒന്ന് രണ്ട് വിഷയങ്ങൾ സംസാരിച്ചുകൊണ്ട് സ്വാഗത പ്രസംഗങ്ങളിലോട്ട് കടക്കുകയാണ്. കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന വ്യാപാരികളുടെ പ്രശ്നങ്ങൾക്കായി യാത്ര കടന്നു വന്നപ്പോൾ നമുക്കറിയാം കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടക്കുന്ന എന്തുവാണ്. അധികാരികൾ അവരുടെ ദാക്ഷ്യവും ധിക്കാരവും കാണിക്കുന്നത് കേരളത്തിലെ തന്നെ മിക്ക മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തും എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ അധികാര ഉദ്യോഗസ്ഥ വർഗങ്ങൾ നമ്മളെ വളരെ ധിക്കാരത്തോടാണ് നമ്മളൊരു കാര്യത്തിന് ഇവരെ ചെന്നു കഴിഞ്ഞാൽ നമ്മളോട് വളരെ ധിക്കാരപരമായാണ് സംസാരിക്കുന്നത്. ഈ യാത്ര തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു അറിവ് നമ്മൾ വരുത്തിയിരിക്കും എന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു സംശയവുമുണ്ട്. ഞാൻ സ്വാഗത പ്രസംഗത്തിലേക്ക് കടക്കുകയാണ്. ഏറെ നമുക്കറിയാം, വളരെ കാസർഗോഡ് തൊട്ട് ഇങ്ങുവരെയും നിരവധി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് സംസ്ഥാന പ്രസിഡന്റ് കടന്നു വന്ന സ്ഥലങ്ങളിലെല്ലാം വളരെയധികം സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അദ്ദേഹം കടന്നു വന്നത്. നമ്മൾ 29 കൂട്ടം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിരിക്കുന്നത്. അപ്പം ഏറെ ആദരണീയനായ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റിനെ ഈ യോഗത്തിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനായ ജില്ലയുടെ ഉപാധ്യക്ഷൻ ശ്രീ ബിസി ഉപകുമാർ അവരെ അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യാനായി ഉദ്ഘാടനം ചെയ്യാനെത്തിയേക്കുന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറി, അദ്ദേഹം കണ്ണൂരിൽ നിന്നുള്ള നമ്മുടെ ഏറ്റവും മുതിർന്ന അംഗമാണ്. അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യുവാനായി ജില്ലയുടെ സെക്രട്ടറിയായ ശ്രീ മണിക്കുട്ടൻ അവരെ ക്ഷണിക്കുന്നു. ഉദ്ഘാടനം, സ്വീകരണം ഇതെല്ലാം തീർക്കും. അതുവരെ നിങ്ങൾ ക്ഷമയോട് ഉപയോഗിക്കണം. താമസിച്ചതിൽ നിങ്ങൾ ഓരോരുത്തരോടും ക്ഷമ ചോദിക്കുകയാണ്. ഈ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ സംഘടനയുടെ സമസ്ത 29 ആവശ്യങ്ങളായിട്ട് കാസർഗോഡ് നിന്ന് ആരംഭിച്ച ഈ നാടിൻ്റെ
നിങ്ങളുടെ എല്ലാം ഏറ്റവും പ്രിയപ്പെട്ട നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ശ്രീ രാജു അപ്സര നയിക്കുന്ന വ്യാപാര സംരക്ഷണ ജാഥയാണ് ഇവിടെ എത്തിയത്. ഇന്ന് രാവിലെ അദ്ദേഹത്തിൻ്റെ ജില്ലയായ ആലപ്പുഴയിൽ നിന്ന് ജാഥ ആരംഭിക്കുകയുണ്ടായി. ഇവിടെ 5 മണിക്ക് എത്തിച്ചേരാനാണ് തീരുമാനിച്ചത്. പക്ഷേ 9:30 മണി കഴിഞ്ഞു ഇവിടെ എത്തിച്ചേരാൻ. മനഃപൂർവമായിരുന്നില്ല, ജന്മനാടിൻ്റെ തന്നെ വളർത്തി വലുതാക്കി ഈ നാടിന് സമർപ്പിച്ച ഈ നാട്ടിലെ കുടുംബാംഗങ്ങളുടെ സ്നേഹനിർഭരമായിട്ടുള്ള സ്വീകരണങ്ങൾ പിന്നിട്ട ഓരോ കവലകളിലും ഏറ്റുവാങ്ങേണ്ട സാഹചര്യമുണ്ടായതുകൊണ്ടാണ് മണിക്കൂറുകൾ വൈകി ഇവിടെ എത്തിച്ചേർന്നത്. ഇവിടെ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാം 30 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിച്ച് എല്ലാവരും ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു പിരിയണം എന്നതാണ് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ഞങ്ങളോടൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഒരു ഉദ്ഘാടന പ്രസംഗത്തിനായിട്ട് ആഗ്രഹിക്കുന്നില്ല. മറിച്ച് ഇവിടെ വന്നപ്പം ഈ നാട്ടിലെ ജനങ്ങൾ കാണിക്കുന്ന സ്നേഹങ്ങളും ആദരവും കാണുമ്പം രാജു അപ്സരയ്ക്ക് ജന്മം നൽകി, രാജു അപ്സരയെ പഠിപ്പിച്ചു വലുതാക്കി, രാജു അപ്സരയെ വ്യാപാരത്തിൽ വളർത്തി വലുതാക്കി, സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ വളർത്തി വലുതാക്കി, വ്യാപാരി വ്യവസായി സമൂഹത്തിന്റെ സംരക്ഷണത്തിനായി നിങ്ങൾ തിരുവനന്തപുരത്തേക്ക് പറഞ്ഞയച്ചതിൽ നിങ്ങളോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടത് എന്ന് ഞങ്ങൾക്ക് വാക്കുകളിൽ ഒതുങ്ങുന്നില്ല. രാജു അപ്സരയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കഴിഞ്ഞ കുറെ കാലങ്ങളായി ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുക, സംസ്ഥാന ക്ഷേമനിധിയുടെ ഒരു യോഗം നടക്കുക. അന്ന് അദ്ദേഹം സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. സംസ്ഥാന പ്രസിഡന്റ് നസ്രുദ്ദീനും ഞാനും മറ്റുള്ള ആളുകൾ ആ യോഗത്തിൽ പങ്കുകൊണ്ടിരിക്കുക. പെട്ടെന്ന് അദ്ദേഹം ചാടി എഴുന്നേറ്റ് 10 ലക്ഷം 10 ലക്ഷം 10 ലക്ഷം എന്ന് പറയുകയുണ്ടായി. എന്താണെന്ന് ഞങ്ങൾ നമ്പറിന് പോയി. അപ്പോഴാണ് പറയുന്നത്, സെയിൽ ടാക്സ് ഉദ്യോഗസ്ഥന്മാരുടെ പീഡനത്തിന് വിധേയമായി അമ്പലപ്പുഴയിലെ ഒരു വ്യാപാര സ്ഥാപനത്തിനുള്ളിൽ ജീവൻ അവസാനിപ്പിക്കേണ്ടി വന്നവന് അവന്റെ കടങ്ങൾ എഴുതിത്തള്ളിയാൽ മാത്രം പോരാ, ആ കുടുംബത്തിന് 10 ലക്ഷം അനുവദിക്കണം എന്ന ഒറ്റ വാശിയോടെ ഒറ്റയാൻ പോരാട്ടം നടത്തി. അപ്പൊ ഞങ്ങൾക്ക് പലർക്കും ഇത് അധികപ്പറ്റാണോ എന്ന് ചിന്തിക്കുന്ന സാഹചര്യമുണ്ടായി. പലരും ഇരിക്കണം എന്ന ആംഗ്യഭാഷ കാണിച്ചെങ്കിലും ഒരു വിട്ടുവീഴ്ചയും കാണിക്കാതെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉദിച്ച ആഗ്രഹം സാധിക്കുന്നിടം വരെ ആലപ്പുഴക്കാരനായ ധനകാര്യ വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട ഡോക്ടർ തോമസ് ഐസക്ക് ഇരിക്കു രാജു അനുവദിച്ചിരിക്കുന്നു എന്ന് പറയിപ്പിക്കാനുള്ള ഇച്ഛാശക്തി കാണിച്ച സങ്കോചമുള്ള അണികളോട് ആത്മാർത്ഥതയും അർപ്പണ മനോഭാവം കാണിച്ച ഒരു നേതാവിനെയാണ് ഇന്ന് ഈ സംഘടനയ്ക്ക് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും കക്ഷികൾക്ക് വേണ്ടി വാദിക്കുന്ന നിരവധിയായിട്ടുള്ള പ്രഗത്ഭരായ അഭിഭാഷകരെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അഭിഭാഷകർ കോടതിയിൽ വാദിക്കുമ്പോൾ അവർ വാദിക്കുന്നതാണ് അവരുടെ ന്യായം, അവർ പറയുന്നതാണ് അവരുടെ നീതി എന്ന് പറഞ്ഞതുപോലെ കേരള ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും രാജ്യദ്രോഹ നടപടികൾ നിയമനിർമ്മാണ സഭകളിൽ അവതരിപ്പിക്കുമ്പോൾ വ്യാപാരദ്രോഹ നടപടികൾ നിയമസഭയ്ക്കകത്തും പാർലമെന്റിനകത്തും അവതരിക്കുമ്പോൾ ഒരു മികച്ച അഭിഭാഷകനെ പോലെ കേരളത്തിന് വേണ്ടി, കേരളത്തിലെ വ്യാപാര സമൂഹത്തിന് വേണ്ടി ശക്തിയുക്തം വിട്ടുവീഴ്ചയില്ലാതെ വാദിക്കുന്ന ഒരു നേതാവിനെയാണ് ഈ നാടിനു വേണ്ടി സമർപ്പിച്ചിട്ടുള്ളതെന്ന് അഭിമാനപൂർവം
ഇവിടെ സ്മരിക്കുകയാണ്, ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ നാട്ടിലെ ജനങ്ങളെ അഭിനന്ദിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിനെ സംബന്ധിച്ചും പ്രവർത്തന മികവിനെ സംബന്ധിച്ചും ഞാൻ നിങ്ങളോട് പറയേണ്ടതായിട്ടില്ല. പലപ്പോഴും ഞങ്ങളുടെയൊക്കെ ജില്ലകളിൽ വരുമ്പം എത്രമാത്രം ഞങ്ങളെ പറ്റിയാണോ പറയുന്നത് എന്ന് തോന്നുന്ന രീതിയിൽ സമൂഹത്തിന് മുന്നിൽ മറ്റുള്ളവരെ അംഗീകരിക്കാൻ, മറ്റുള്ളവരെ ബഹുമാനിക്കാൻ, അവരെ ഉൾക്കൊള്ളാനുള്ള ഏറ്റവും വലിയ മനസ്സിന്റെ ഉടമയാണ് ശ്രീ രാജു അപ്സര. അത് നിങ്ങളാണ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്തിട്ടുള്ളത് എന്ന് നന്ദിയോടുകൂടി ഞങ്ങൾ സ്മരിക്കുകയാണ്. എതിർക്കണം എന്ന് പലപ്പോഴും പല ആളുകൾക്കും തോന്നാറുണ്ട്. എന്നാൽ എതിർക്കണം എന്ന് തോന്നുന്നയാളെ മോനെ മോളെ എന്ന് വിളിച്ചുകൊണ്ട് തന്റെ സ്വന്തമാക്കി തന്റെ കസ്റ്റഡിയിൽ ഒതുക്കി ഒരു ശത്രു പോലും ഇന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിൽ നേതൃത്വത്തിനെതിരെ കൈ ഉയർത്താൻ, നാവ് ഉയർത്താൻ കഴിയാത്ത വിധത്തിൽ എല്ലാവരെയും, ശത്രുക്കളെയും മിത്രങ്ങളെയും, ശത്രുവില്ലാതെ എല്ലാവരെയും മിത്രങ്ങളായി ഈ സംഘടനയുടെ കൊടിക്കീഴിൽ അണിനിരത്താൻ നേതൃത്വപരമായ പങ്ക് വഹിച്ചിട്ടുള്ള ശ്രീ രാജു അപ്സരനെ എത്രമാത്രം അഭിനന്ദിച്ചാലും അധികമാവുകയില്ല. നിങ്ങളാണ് ആ രീതിയിൽ അതിനെ വളർത്താൻ വെള്ളവും വളവും ഇട്ടുകൊടുത്തത് എന്ന് ഞങ്ങൾ തിരിച്ചറിയുകയാണ്. അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ബീന മേഡം ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. തീർച്ചയായും പൊതുപ്രവർത്തനത്തിലേക്ക് ഇറങ്ങുമ്പോൾ, വ്യാപാരത്തിലേക്ക് ഇറങ്ങുമ്പോൾ, തൊഴിലിലേക്ക് ഇറങ്ങുമ്പോൾ സന്തോഷത്തോടെ, സ്നേഹത്തോടെ, വിശ്വസ്തയോടെ കാണാനും കേൾക്കാനും സ്വീകരിക്കാനും കാണിക്കുന്ന ആ വലിയ മനസ്സിനെ കൂടി പ്രത്യേകമായി അഭിനന്ദിക്കുവാൻ ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. ജാഥയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ സംബന്ധിച്ചും മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചും എനിക്ക് ശേഷം സംസാരിക്കുന്ന ആളുകൾ സംസാരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ പ്രസിഡന്റിന്റെ ജാഥാ ക്യാപ്റ്റന്റെ വാക്കുകൾ കേൾക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് എനിക്കറിയാം. എന്നാൽ കേരളം ഒട്ടനവധി ജാഥകൾ കാസർഗോഡ് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്ത് സമാപിച്ചിട്ടുണ്ട്. ആ ജാഥയിലൊന്നും ഉണ്ടാകാത്ത രീതിയിൽ തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ സംസ്ഥാന ഗവൺമെന്റ് ആ കാര്യത്തിൽ 29 ആവശ്യത്തിൽ 3 കാര്യങ്ങൾ കേരള നിയമസഭയിൽ മന്ത്രിസഭ കൂടി അംഗീകരിച്ച് പ്രഖ്യാപിക്കപ്പെടുന്ന ഏറ്റവും സന്തോഷകരവും അതിലേറെ വ്യാപാര സമൂഹത്തിന് ഭാഗ്യം നൽകുന്ന ഒരു ജാതിയാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ്, നിങ്ങളുടെ നാട്ടുകാരൻ ശ്രീ രാജു അപ്സര നേതൃത്വം നൽകുന്നത് എന്നൂന്നി പറയുവാൻ ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. കേരള നിയമസഭയ്ക്കകത്ത് അവതരിപ്പിച്ച ബഡ്ജറ്റുകൾ, ആ ബഡ്ജറ്റുകളിൽ ഈ പറയുന്ന ആവശ്യങ്ങളിൽ 5ഓളം കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിക്കത്തക്ക രീതിയിൽ അടവ് നയം ഭയങ്കര തന്ത്രശാലിയാണ് ശ്രീ രാജു അപ്സര എന്ന കാര്യം ഞാൻ പറയേണ്ടതായിട്ടില്ലല്ലോ. അറിവിനേക്കാൾ കൂടുതൽ വിവേകം കാണിക്കുന്ന, എളിമയുടെയും വിശ്വസ്തതയുടെയും സ്നേഹത്തിന്റെയും പര്യായമായി, അത് അധികാരവർഗത്തിൽ നിന്ന് കാര്യം കാണാനാണെങ്കിലും സഹപ്രവർത്തകരുടെ അടുത്തുനിന്ന് അംഗീകാരം വാങ്ങാനാണെങ്കിലും അണികളുടെ വിശ്വാസം നേടുന്ന കാര്യത്തിലായാലും കേരളം കണ്ടതിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനമാണ് ശ്രീ രാജു അപ്സര നിർവഹിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വരാനും രാജു അപ്സരയുടെ സ്വന്തം നാട്ടിൽ, ജന്മനാട്ടിൽ നൽകുന്ന സ്വീകരണ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതില് അതിയായ സന്തോഷമുണ്ട്. ഈ യാത്ര വ്യാപാര സംരക്ഷണ യാത്രയാണ് എന്ന് പേര് നൽകിയെങ്കിലും കാർഷിക മേഖലയുടെ അഭിവൃദ്ധിയും വ്യവസായ മേഖലയുടെ അഭിവൃദ്ധിയും വിനോദ സഞ്ചാര മേഖലയുടെ അഭിവൃദ്ധിയും അതെല്ലാം ചൂണ്ടിക്കാണിക്കപ്പെട്ടുകൊണ്ട് വ്യാപാര സംരക്ഷണ യാത്ര ഈ ജന്മനാട്ടിലെത്തുമ്പോഴേക്കും അത് കേരളത്തിന്റെ സംരക്ഷണ യാത്രയാക്കി മാറ്റാൻ ശ്രീ രാജു അപ്സരയുടെ നേതൃത്വത്തിലുള്ള ജാഥയ്ക്ക് കഴിഞ്ഞു എന്ന അഭിമാനപൂർവ്വം ഓർത്തുകൊണ്ട് നിങ്ങളോടെല്ലാം ഒരിക്കൽ കൂടി നന്ദിയുടെ പൂജകൾ അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുവാദത്തോടുകൂടി
ഈ മഹത്തായ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ജില്ലാ നേതാക്കൾ, ഇവിടെ സന്നിധരായിരിക്കുന്ന വ്യാപാരി സുഹൃത്തുക്കൾ, യൂത്ത് വിങ്ങിന്റെയും വനിതാ വിങ്ങിന്റെയും നേതാക്കൾ, പ്രവർത്തകർ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വളരെയധികം സമയം വൈകിട്ടുണ്ട്. മുഖ്യപ്രഭാഷണം എന്ന് പറയുന്നതിനൊന്നും സമയമില്ല, പ്രസക്തിയുമില്ല എന്നറിയാം. എങ്കിലും ഒരു 5 മിനിറ്റ് നിങ്ങളോട് സംവദിക്കാൻ രാജാപ്സര സാറ് പറയുമ്പോൾ തീർച്ചയായിട്ടും അതനുസരിക്കാൻ മാത്രമേ ഞങ്ങൾക്ക് കഴിയൂ എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഈ മൈക്കിന് മുന്നിൽ വന്നിട്ടുള്ളത്. ബഹുമാന്യത, ഇവിടെ മുൻ പ്രാസംഗികരൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ 29-ാം തീയതി 29 ആവശ്യങ്ങളുമായി കാസർഗോഡിന്റെ മണ്ണിൽ നിന്നും ആരംഭിച്ച വ്യാപാര സംരക്ഷണ യാത്ര യഥാർത്ഥത്തിൽ ഒരു അത്ഭുതമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ യാത്ര തുടങ്ങുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ യാത്ര തുടങ്ങുന്നതിന് 2 ആഴ്ച മുൻപേ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചിരുന്നു. അത് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നതിന്റെ കൂടെ തന്നെ സംസ്ഥാന മന്ത്രിസഭ ചേർന്ന് അതിലാദ്യത്തെ ആവശ്യമായ വ്യാപാര മന്ത്രാലയം അനുവദിക്കാൻ തീരുമാനിച്ചു എന്നുള്ളത് ഈ യാത്രയുടെ ഒരു അത്ഭുതമായിട്ട് നമുക്ക് തോന്നും. മാത്രമല്ല, അതേ തുടർന്ന് വീണ്ടും 2 ആവശ്യങ്ങൾ, ഞാൻ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. യാത്ര തുടങ്ങുന്നതിന് മുൻപ് 3 ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ട യാത്ര. അതിനുശേഷം സംസ്ഥാന ബജറ്റിൽ വാറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളടക്കം 5 ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ട യാത്ര. തൃശ്ശൂരില് 7ാമത്തെ ദിവസം തൃശ്ശൂരിൽ എത്തിച്ചേർന്നപ്പോ നമ്മൾ ആവശ്യപ്പെട്ട 29 ആവശ്യങ്ങളിൽ 8 ആവശ്യങ്ങളും സംസ്ഥാന സർക്കാർ അംഗീകരിച്ചു കഴിഞ്ഞിരുന്നു എന്നുള്ളത് ഇതിനെ ഒരു അത്ഭുത യാത്രയായി വിശേഷിപ്പിക്കാൻ നമുക്ക് കഴിയും. മറ്റൊരു കാര്യം, ഈ യാത്ര ഉന്നയിക്കുന്ന വിഷയങ്ങൾ കേവലം വ്യാപാരികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രമല്ല. ഇന്നാട്ടിലെ സാധാരണക്കാരിൽ സാധാരണക്കാരനായ പൊതുജനങ്ങളെ ബാധിക്കുന്ന ഒട്ടനവധി വിഷയങ്ങൾ ഈ യാത്ര മുന്നോട്ട് വെക്കുന്നു. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ പെട്രോളിയത്തിന്റെ സെസ് വ്യാപാരികളെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല. കെട്ടിട നികുതി എല്ലാ വർഷവും 5% കെട്ടിട നികുതി കൂട്ടുമെന്നാ പറയുന്നത്. എന്ന് വരെ കൂട്ടും? ലോകാവസാനം വരെ കൂട്ടുമെന്ന് പറയുന്നു. അതിനൊരു ലിമിറ്റില്ല, എല്ലാ വർഷവും 5% കൂട്ടും. കെട്ടിടം എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും താമസിക്കുന്ന വീടുകൾ പോലും കെട്ടിടമാണെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അവിടെയാണ് സാധാരണക്കാരനെ ബാധിക്കുന്ന വിഷയങ്ങൾ ഈ സംഘടന മുന്നോട്ട് വെക്കുന്നത്. ഹരിത കർമ്മസേനയുടെ പേരിലുള്ള അക്രമങ്ങൾ, അനീതികൾ, 2 സെന്റിൽ കൂടെ കെട്ടി താമസിക്കുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരാൾ പോലും ഈ സംസ്ഥാനത്ത് 2 സെന്റ് ഭൂമിയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ പ്രതിമാസം 60 രൂപ കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ അത് അവന്റെ ബാധ്യതയായി കണക്കാക്കുമെന്ന് ധാർഷ്ട്യത്തോടെ പറയുന്ന ഭരണവർഗത്തിനെതിരെ ശബ്ദിക്കാനാണ് ഈ യാത്ര. ഇത് വിളിച്ചു പറയാനോ ഈ യാത്ര. പാവപ്പെട്ട വ്യാപാരികൾ 100 രൂപ പ്രതിമാസം നൽകിയില്ലെങ്കിൽ നിങ്ങൾക്ക് ലൈസൻസ് തരില്ല എന്ന ധാർഷ്ട്യം പറയുന്ന ഉദ്യോഗസ്ഥരുടെ കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും വിളിച്ചു പറയാനാണ് ഈ യാത്ര സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ നടത്തുന്നത്. തീർന്നില്ലല്ലോ, 12ഓളം ആവശ്യങ്ങൾ അച്ചടിച്ചുകൊണ്ട് ഒരു അഫിഡവിറ്റ് നൽകിയാലേ ഇനി മുതൽ വ്യാപാരികൾക്ക് ലൈസൻസ് തരൂ എന്നാ പറയുന്നത്. കേരളത്തിലെ 10 ലക്ഷം വരുന്ന എല്ലാ വ്യാപാരശാലകളിലും ടോയ്ലറ്റുകൾ സ്ഥാപിക്കണം. എല്ലാ വ്യാപാര സ്ഥാപനങ്ങളിലും ടോയ്ലറ്റുകൾ. അപ്പൊ എത്ര ഉണ്ടാവും? 10.5 ലക്ഷം. എല്ലാ വ്യാപാര സ്ഥാപനങ്ങളിലും വേസ്റ്റ് ബിന്നുകൾ വെക്കണം. അപ്പൊ എത്ര വേസ്റ്റ് ബിൻ ഉണ്ടാവും? ഒരു സ്ഥാപനത്തിൽ 3 എണ്ണം വെക്കണം കേട്ടോ. 31.5 ലക്ഷം. എന്തിനാണോ ഇതൊക്കെ ഇത്ര അധികം? ആരോടോ ചോദിക്കുക? അത് ചോദിക്കാനോ യാത്ര? എന്താ ഇവര് പറയുന്നത്? നിങ്ങളുടെ 100, 150, 50 ഒക്കെ സ്ക്വയർ ഫീറ്റുള്ള വ്യാപാര സ്ഥാപനത്തിനകത്ത് ഒരു ടോയ്ലറ്റ് സ്ഥാപിക്കണം, 3 വേസ്റ്റ് ബിൻ വെക്കണം,
എന്നിട്ടത് നാട്ടുകാർക്ക് തുറന്നു കൊടുക്കണം. അപ്പൊ പിന്നെ നമ്മളെവിടെ ഇരിക്കുക? കസാരട്ട് പുറത്ത് ഇരിക്കേണ്ടി വരും അല്ലേ? ഞങ്ങളുടെ വ്യാപാരശാലകൾ പബ്ലിക് ടോയ്ലറ്റുകളാക്കാൻ, വേസ്റ്റ് കുമിഞ്ഞുകൂടുന്ന സ്ഥലങ്ങളാക്കി മാറ്റാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറയാനാണ് ഈ യാത്ര അല്ലേ? അപ്പൊ അവരെന്താ പറയുക? നിങ്ങൾക്ക് ലൈസൻസ് തരൂല. വേണ്ടടോ നിങ്ങളുടെ ലൈസൻസ്? എന്തിനാ നമുക്ക് ആ തുണ്ട് കടലാസ്? ആ തുണ്ട് കടലാസില്ലെങ്കിലും കച്ചവടം ചെയ്യാൻ രാജു അപ്സര സാർ നയിക്കുന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ മക്കൾക്ക് ആ തുണ്ട് കടലാസിന്റെ ആവശ്യമില്ല എന്ന് പ്രഖ്യാപിക്കാൻ നിയമം ഞങ്ങൾ പാലിക്കണമെങ്കിൽ അത് പാലിക്കാൻ കഴിയുന്ന നിയമമായിരിക്കണം. പാലിക്കാൻ കഴിയാത്ത നിയമവുമായി ഞങ്ങളുടെ മുന്നിൽ വന്നാലുണ്ടല്ലോ അത് നടക്കില്ലെന്ന് പറയാൻ ചങ്കൂറ്റമുള്ള നേതാവും ചങ്കൂറ്റമുള്ള സംഘടനയും അതാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി. ഞാൻ നിർത്തുക. പറഞ്ഞ സമയം കഴിഞ്ഞിട്ടുണ്ട്, സമയം ഒരുപാടായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു നേതാവിനെ ഈ സംസ്ഥാനത്തിന് സമ്മാനിച്ചവരാണ് നിങ്ങൾ. അദ്ദേഹത്തെ കുറിച്ച് സംസ്ഥാന ജനറൽ സെക്രട്ടറി വളരെ വാചാലനായി പറയുന്നത് ഞാൻ കേട്ടു. അദ്ദേഹം ഒരാളെ കുറിച്ചും പുകഴ്ത്തി സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടേയില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ദേവസ്യ മേച്ചേരി ഒരാളെ കുറിച്ച് മനസ്സ് തുറന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ കേൾക്കുന്നത്. ഞാനൊക്കെ ആഗ്രഹിക്കാറുണ്ട്, കണ്ണൂരൊക്കെ പോകുമ്പോ ഇയാള് രണ്ട് വർത്താനം നമ്മളെ കുറിച്ചൊന്ന് പൊക്കി പറയുമോ? പറയില്ല പേര്. അപ്പൊ അതിനൊന്നും നമ്മൾ വളർന്നിട്ടില്ല എന്നർത്ഥം. പക്ഷേ സംസ്ഥാന അധ്യക്ഷനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ തീർച്ചയായും സംസ്ഥാന കമ്മിറ്റിയിലെ മുഴുവൻ ഭാരവാഹികൾക്കും ബോധ്യമുള്ളതാണ്. സംസ്ഥാനത്തെ 1.5 ലക്ഷം വരുന്ന വ്യാപാരികൾക്കും ബോധ്യമുള്ളതാണ്. അതാണ് യഥാർത്ഥത്തിൽ രാജു അപ്സര, ഈ സംഘടനയുടെ തലവര മാറ്റിയ നേതാവ് അല്ലേ? ഈ സംഘടനയുടെ തലവര മാറ്റിയ നേതാവ് ആരാണെന്ന് ചരിത്രം ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ: നിങ്ങളുടെ സ്വന്തം, നമ്മളുടെ സ്വന്തം രാജു അപ്സര. അതാണ് അതിനുള്ള ഉത്തരം. കാരണം എന്താ? സംഘടനയുടെ ചരിത്രത്തിൽ ഒരു സമരം തുടങ്ങുന്നതിന് മുൻപ് ആ സമരത്തിലെ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിച്ച ആദ്യത്തെ സമരമാണ് ഈ സമരം, വ്യാപാര സംരക്ഷണ യാത്ര. ഇന്നതിനെ കേരളക്കര പേരിട്ട് വിളിക്കുന്നത് കേരള സംരക്ഷണ യാത്ര എന്നാണ്. കാരണം എന്താ? പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, കെട്ടിട നികുതി, ഹരിതകർമ്മസേന, പെട്രോളിയം, ഇതൊന്നും പറയാൻ ഇവിടെ ഭരണപക്ഷമില്ല, പ്രതിപക്ഷമില്ല, പാവങ്ങളുടെ പാർട്ടിയില്ല, മൂന്നാം കക്ഷിയില്ല, നാലാം കക്ഷിയില്ല, ഒരു കക്ഷിയുമില്ല. അവർക്കൊക്കെ നമ്മുടെ വോട്ട് മതി. പക്ഷേ പാവപ്പെട്ട അടിസ്ഥാന വർഗത്തിന് വേണ്ടി ശബ്ദിക്കാൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഉണ്ട്. ആ സംഘടനയ്ക്ക് അതിന് ആർജവമുള്ളൂ എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ യാത്ര. തീർച്ചയായും നമ്മുടെ സംഘടന ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു, ഈ നാടിന് വേണ്ടി പ്രവർത്തിക്കുന്നു. ആ പ്രവർത്തനവുമായി അങ്ങ് അനന്തപുരിയിലേക്ക് 13-ാം തീയതി എത്തുമ്പോ ഇവിടെ ഇരിക്കുന്നത് പോലെ നിങ്ങളെല്ലാവരും അവിടെ ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി രാജു അപ്സരയെ പോലെയുള്ള ഒരു നേതാവിന് ഈ സംസ്ഥാനത്തിന്, ഈ സംസ്ഥാനത്തെ വ്യാപാരികൾക്ക് സമ്മാനിച്ച നിങ്ങൾക്ക് കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ്, ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ, ഗോൾഡ് ആൻഡ് 2 സംഘടനയും ഉണ്ട്. പിന്നെ ഡിസ്ട്രിബ്യൂഷനുണ്ട്, ഫുഡ് വെയർ ഉണ്ട്, എല്ലാവരും ഉണ്ട്, ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. ഇവരെ എല്ലാം ഓരോരുത്തരും പേരെടുത്ത് വിളിക്കത്തില്ല, മണിക്കൂട്ടനാണ് എൻ്റെ ചാർജ്. അവര് യൂണിറ്റ് തലത്തിൽ വിളിക്കത്തുള്ളൂ. എല്ലാവരും വന്ന് സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്വീകരണത്തിന് അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി ബഹുമാനീയനായ എൻ്റെ വാക്കുകൾ ഞാൻ എടുത്തു പറയുന്നില്ല. ഞാൻ പറയേണ്ടതിന് പകരം നമ്മുടെ സംസ്ഥാന നേതാക്കൾ രാജു അപ്സരയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ കൊടുത്ത സ്വീകരണം, ആ വാക്കുകൾക്ക് ഞങ്ങൾ സ്വീകരിക്കണം. ഈ നേതാക്കന്മാർ പറഞ്ഞ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ തന്നെ ശരിയാണ്. ഒരിക്കലും മിത്രവും ശത്രുവും ഇല്ലാതെ എല്ലാവരെയും ശത്രുവിനെ മിത്രമാക്കി എടുക്കുന്ന നയപരമായ സമീപനം
കായംകുളത്തിന് അഭിമാനമാണെന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപൂർവ്വം നമ്മുടെ സംസ്ഥാന അധ്യക്ഷനെ സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം ക്ഷണിച്ചു. ഞാൻ 29-ാം തീയതി മുതൽ നിരന്തരം ഇങ്ങനെ പ്രസംഗിച്ചു വരികയാണ്. ബാക്കി എല്ലാ യോഗങ്ങളും ജാഥ ക്യാപ്റ്റൻ സംസാരിക്കും. അപ്പം സത്യത്തിൽ എനിക്കിവിടെ വരുമ്പം എൻ്റെ സുഹൃത്തുക്കളെയും എൻ്റെ സഹോദരങ്ങളും എല്ലാം വ്യാപാരികളാണെങ്കിലും എല്ലാം ഞാനുമായി പലതരത്തിൽ അല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങളുമായി ഒക്കെ വ്യക്തിപരമായി ബന്ധമുള്ള അല്ലെങ്കിൽ എൻ്റെ ഏറ്റെടുത്ത സുഹൃത്തുക്കളുമായിട്ടൊക്കെ ഏറ്റെടുത്ത ബന്ധമുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. എന്നെ ഇവിടം വരെ എത്തിക്കുന്നത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ സ്കൂൾ എന്നെ സ്കൂൾ ലീഡറാക്കി. കോളേജിൽ പഠിച്ചപ്പോൾ കോളേജ് എന്നെ വളരെ ഏറ്റവും ജൂനിയറായ എന്നെ ഏറ്റവും സീനിയറായ ആളുകളുടെ ഒക്കെ നേതാവാക്കി കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ഭാരവാഹിയാക്കി. അങ്ങനെ ഏത് മേഖലയിൽ കടന്നു ചെന്നാലും എൻ്റെ നാട്ടുകാർ എനിക്ക് എപ്പോഴും ഒരു 1-ാം സ്ഥാനം തന്നിരുന്നു എന്ന് അഭിമാനത്തോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിന് ഞാൻ എങ്ങനെയാണ് നന്ദി പറയുന്നത്? ഇപ്പം തന്നെ ഞാൻ ഇവിടെ അന്തി ഉറങ്ങിയിട്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 92-ലാണ് ഞാൻ ചാരുമുട്ടിൽ താമസമാകുന്നത്. ഇപ്പം 92-ൽ താമസമായ ഞാൻ ഇന്ന് പഴയതുപോലെ നിങ്ങളെ കാണാനോ സ്നേഹിക്കാനോ സഹകരിക്കാനോ ഒന്നും പറ്റുന്നില്ല. പക്ഷേ എൻ്റെ യാത്ര അറിഞ്ഞപ്പോൾ ഇവിടെ ചില സുഹൃത്തുക്കൾ ഇങ്ങനൊരു കൂട്ടായ്മ ഉണ്ടാക്കി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒരു ഭാഗത്ത് പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ ഇന്ന് വൈകിട്ട് 4 മണിക്ക് എത്തുമെന്ന് പറഞ്ഞ് 4 മണിക്ക് തന്നെ ആയിരക്കണക്കിന് ആളുകൾ നാഷണൽ അടക്കം ആ റോഡെല്ലാം ബ്ലോക്ക് ചെയ്ത് നിന്നെന്ന് അറിയപ്പോൾ സത്യത്തിൽ എനിക്ക് വലിയ വിഷമമാണ് തോന്നി. കാരണം നിങ്ങൾ ഇപ്പോഴും എന്നെ ഇത്രയും സ്നേഹിക്കുന്നു. ഞാൻ എന്താണ് നിങ്ങൾക്ക് കുറേ വർഷമായി തന്നിട്ടുള്ളത്? വളരെ കുട്ടിക്കാലത്ത് തന്നെ ഞാൻ ഇവിടെ വിട്ടു പോവുകയും തൊട്ടടുത്താണ് നാടെങ്കിലും എനിക്ക് ഒരുപാട് അറിയാമല്ലോ. ഞാൻ വ്യാപാരം തുടങ്ങിയതിന് ശേഷം കുറേ വ്യാപാരത്തിലായിരുന്നു എൻ്റെ ശ്രദ്ധ. പിന്നെ സംഘടനാ തലത്തിൽ ഉള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ പലതരത്തിൽ വ്യാപാരം കൂടുതൽ ശ്രദ്ധിച്ചു പോവുകയും പിന്നീട് ഈ സംഘടനാ രംഗത്തിൽ കൂടുതൽ പ്രവർത്തിക്കേണ്ടതായിട്ട് വരികയും ചെയ്തതിന് ശേഷവും എനിക്ക് കൂടുതൽ സഹകരിക്കാൻ പറ്റിയിട്ടില്ല. എന്തായാലും നിങ്ങളുടെ സ്നേഹം, എൻ്റെ സുഹൃത്തുക്കളുടെ സ്നേഹം, ഈ നാട്ടിലെ ജനങ്ങളുടെ സ്നേഹം ഞാൻ തിരിച്ചറിയുന്നു. അത് എത്രമാത്രം നന്ദി പറഞ്ഞാൽ അധികപ്പറ്റാകും. എല്ലാ തലങ്ങളിൽ എവിടെ ചെന്നാലും എന്തോ ഒരു സ്നേഹം നിങ്ങൾക്ക് കൂടുതലായി എനിക്ക് തരുന്നു. അതെങ്ങനെ നിങ്ങളിൽ നിന്ന് എനിക്ക് ലഭിക്കുന്നു എന്ന് പലപ്പോഴും അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ചില ആളുകളോട് ചോദിക്കാറുണ്ട്, ഈ കായംകുളവും അതോടൊപ്പം തന്നെ ചാരുമൂടും അടക്കമുള്ള പ്രദേശങ്ങളിൽ എന്നോട് എങ്ങനെയാണ് ഇത്രയും സ്നേഹം കാണിക്കുന്നത്? ഇപ്പം തന്നെ ചാരുമൂട്ടുകാർ ഒരു 2 മണിക്കുമൊക്കെ ഇവിടെ വന്ന് ഇതിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ കായംകുളക്കാരോട് പ്രേരിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കൾ അവർ ഇവിടെ വലിയ കൂട്ടായ്മ ഉണ്ടാക്കി പല നാടുകളിൽ നിന്ന് ആളുകളെ വിളിച്ചു വരുത്തി. ഞാനവിടെ സ്വീകരണത്തിന് കണ്ടപ്പോൾ ദൂര സ്ഥലങ്ങളിൽ നിന്ന് കായംകുളത്തു നിന്ന് പുറത്ത്, ഈ ജില്ലയുടെ പുറത്ത്, അടുത്ത ജില്ലയുടെ പുറത്തു നിന്നൊക്കെ ആളുകൾ അവിടെ വന്ന് 4 മണിക്ക് മുമ്പേ തന്നെ എത്തി കായംകുളത്ത് എന്നെ സ്വീകരിക്കാൻ വരികയൊക്കെ ചെയ്തു. എനിക്ക് മണിക്കൂറുകളോളം നിങ്ങളുടെ സ്വീകരണം കൊണ്ട് റോഡ് തടസ്സപ്പെട്ടു. എനിക്ക് 2 മണിക്കൂർ മുമ്പ് ഇവിടെ എത്താമായിരുന്നു. പക്ഷേ റോഡ് മുഴുവൻ ബ്ലോക്കാക്കി അവിടെ മുഴുവൻ ജനങ്ങൾ എനിക്ക് അത്ഭുതം തോന്നുക. സത്യത്തിൽ എൻ്റെ മഹത്വമല്ല, ഈ നാടിൻ്റെയും നിങ്ങളുടെയും മഹത്വമായിട്ടാണ് ഞാൻ കാണുന്നത്. നിങ്ങളുടെ നന്മയാണ് ഞാൻ കാണുന്നത്. കാരണം ഇതൊരു ദൈവാനുഗ്രഹമാണ്. നമുക്ക് പലതും ലഭിക്കുന്നത് നമ്മുടെ കഴിവുകൊണ്ടല്ല എന്ന് ഇന്നത്തെ ദിവസം എന്നെ കൂടുതൽ ബോധ്യപ്പെടുത്തുന്നു. നമ്മുടെ കഴിവുകൊണ്ടല്ല, അതൊരു ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. നിങ്ങൾ ഇത്രയും എന്നെ സ്നേഹിക്കുന്നെങ്കിൽ ആ സ്നേഹത്തിനും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ സമയത്തും ഇപ്പോൾ 4 മണി മുതൽ ഇപ്പോഴും ഈ ഒരു നാളെ എന്നെ കാണാൻ പറ്റില്ല, ഞാനുമായി സംസാരിക്കാൻ പറ്റില്ല, ഫോണിൽ വിളിച്ചാൽ ബന്ധപ്പെടാമെന്നല്ലാതെ ഒരു തരത്തിലും സഹകരിക്കാൻ പറ്റാത്ത രീതിയിൽ ഞാൻ പല തിരക്കുകളിൽ നിൽക്കുന്നിടത്ത് ഇപ്പോഴും ഇവിടെ ഇരിക്കുന്നത് കാണുമ്പം എനിക്ക് സത്യത്തിൽ നിങ്ങളെ നമസ്കരിക്കാൻ തോന്നുകയാണ്. ഓരോരുത്തരും ഞാനൊരു കൂടുതലായി പറയുന്നില്ല. ഈ വ്യാപാര സംരക്ഷണ യാത്രയുടെ രാഷ്ട്രീയമല്ല, സർക്കാരിനോ അനുകൂലമോ പ്രതികൂലവുമല്ല. ഈ രാജ്യത്തെ സംരക്ഷിക്കാൻ എല്ലാ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ മുമ്പിൽ ഇതിന് കിട്ടുന്ന അംഗീകാരം, ഇതിൻ്റെ അംഗീകാരം ഈ 29 ആവശ്യങ്ങളാണ് നിർദ്ദേശിച്ചത്. ഏറ്റവും പ്രധാനം നമ്മുടെ ചെറുകിട മേഖലയിൽ സാധാരണക്കാർക്ക് ഈ നാട്ടിൽ ജീവിക്കാനൊക്കാത്ത തരത്തിൽ കോർപ്പറേറ്റുകൾ, അതായത് കോർപ്പറേറ്റ് മേഖലയിലുള്ളവർ ചെറുകിട മേഖലയിലേക്ക് കടന്നു വരികയും
അതിലൂടെ നമ്മുടെ രാജ്യത്തെ ചെറുകിട മേഖലയിൽ വ്യാപാരമില്ലാതാകുകയും, അതുമാത്രമല്ല ഇന്ന് റിലയൻസ് അടക്കമുള്ള ഷോപ്പുകളിൽ പോയി, ഔട്ട്ലെറ്റിൽ പോയി നമ്മൾ ആളുകൾ സാധനം വാങ്ങിക്കുമ്പോൾ ആ പണം നേരെ അവരുടെ കോർപ്പറേറ്റുകളുടെ അക്കൗണ്ടിലേക്ക് പോവുകയാണ്. നമ്മുടെ ഗ്രാമങ്ങളിൽ ആ പണം വിനിമയം ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്ക് വാങ്ങൽ ശേഷി കുറയുന്നു, സാമ്പത്തിക ശേഷി തകരുന്നു. നമ്മുടെ നാട്ടിലെ കച്ചവടക്കാരുടെ വ്യാപാരം മാത്രമല്ല, നമ്മുടെ എല്ലാ മേഖലയിലും തൊഴിലാളികൾക്കടക്കം തൊഴിൽ നഷ്ടപ്പെടാൻ കാരണം നമ്മുടെ പ്രദേശത്തെ, നമ്മുടെ നാട്ടിലെ ജനങ്ങളെ വാങ്ങൽ ശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു, സാമ്പത്തിക തകർന്നിരിക്കുന്നു. ചെറുകിട മേഖലയിലുള്ള രാജ്യത്തെ 4 കോടി സംരംഭകരും 16 കോടി തൊഴിലാളികൾ അടങ്ങുന്ന 20 കോടി ജനങ്ങളുടെ ഉപജീവന മാർഗം ഏതാനും കോർപ്പറേറ്റുകളുടെ പോക്കറ്റിലേക്ക് പോകുന്നു. 20 കോടി ജനങ്ങളുടെ വരുമാന മാർഗമാണ് 12 കോർപ്പറേറ്റുകളുടെ പോക്കറ്റിലേക്ക് പോകുന്നു. അതിനെതിരെ രാഷ്ട്രീയ കക്ഷികൾ പ്രതികരിക്കുന്നില്ല. പ്രതിപക്ഷം പോലും അതിനെതിരെ പ്രതികരിക്കുന്നില്ല. ഈ 5-10 കോർപ്പറേറ്റുകളാണ് ഈ രാജ്യത്തെ ഭരണകക്ഷിയാകട്ടെ പ്രതിപക്ഷമാകട്ടെ മുഴുവൻ കക്ഷികൾക്കും ആവശ്യമുള്ള സാമ്പത്തികം കൊടുക്കുന്നത്. അവർക്ക് മാസപ്പടി കൊടുക്കുന്ന പോലെ ആ രാഷ്ട്രീയ പാർട്ടിക്ക് എല്ലാ വർഷവും ഒരു ഫിക്സഡ് തുക, നിങ്ങൾക്ക് വാർത്ത കാണുമ്പോൾ അറിയാം, ഇന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഇത്ര കിട്ടി, ഇന്ന രാഷ്ട്രീയ, ഇത് നമ്മളാരും കൊടുക്കുന്ന തുകയല്ല, കോർപ്പറേറ്റ് കൊടുക്കുന്ന തുകയാണ്. ഇതുകൊണ്ടാണ് രാഷ്ട്രീയ നേതൃത്വം സുഖമായി ജീവിക്കുന്നത്. ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. ജനങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കണം. ജനങ്ങൾ പ്രതികരിച്ചെങ്കിൽ മാത്രമേ രാഷ്ട്രീയ കക്ഷികൾ നേരെയാകൂ. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഭരണകക്ഷിയാകട്ടെ പ്രതിപക്ഷമാകട്ടെ ഈ കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന തരത്തിൽ ഇവർ പ്രവർത്തിക്കുന്നതിനെതിരെ ജനരോഷമാലിക്കത്തണം. കാരണം ഈ രാജ്യത്തെ ജനങ്ങൾ ഒന്നിനൊന്നിന് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും വരുമാനം കുറയുന്നു. ഏത് മേഖലയെടുത്താലും വരുമാനം കുറയുന്നു. ഏതാനും ആളുകൾക്കും രാഷ്ട്രീയക്കാർപ്പെട്ട അധികാരവർഗത്തിലിരിക്കുന്നവർക്ക് മാത്രമാണ് സാമ്പത്തികമായ പൂർണ്ണ സ്വാതന്ത്ര്യമുള്ളത്. ഈ രീതിയിൽ പോയാൽ നമ്മൾ കുറേ നാൾ കഴിയുമ്പോൾ നമ്മുടെ നാട്ടിലെ സാമ്പത്തികമായി പൂർണ്ണമായി അധപ്പതിക്കുകയും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ തന്നെ നാട്ടിൽ ജീവിക്കാനൊക്കാത്ത അവസ്ഥ, അവർ രാജ്യം വിട്ടു പോകുന്നു. ഇനി നമ്മൾക്ക് പോലും ഈ നാട്ടിൽ ഭാവി ജീവിക്കാനൊക്കാത്ത നമ്മുടെ രാഷ്ട്രം, ലോകത്ത് ഏറ്റവും സമ്പന്നമായ രാഷ്ട്രം, ഏറ്റവും സാംസ്കാരിക സമ്പന്നമായ രാഷ്ട്രം, ലോകത്ത് മറ്റേത് രാഷ്ട്രത്തെക്കാളും എത്രയോ ക്വാളിറ്റിയുള്ള, എത്രയോ പ്രത്യേകതയുള്ള ഒരു രാഷ്ട്രമാണ് നമ്മുടെ രാഷ്ട്രം. ഒരു സോമാലിയായി തീരാതിരിക്കുവാൻ ആദ്യം നമ്മളെ ബോധവൽക്കരിക്കണം. ഇതിനെതിരെ ഈ രാജ്യത്തെ ജനങ്ങളെ ബോധവൽക്കരിക്കണം എന്നതാണ് ഈ ജാഥയുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് കാസർഗോഡ് നിന്ന് ആരംഭിച്ചപ്പോൾ എല്ലാ മേഖലയിലും പെട്ട 10,000-കണക്കിന് ആളുകൾ ഈ ജാഥയ്ക്ക് സ്വീകരണവുമായി വരുന്നത്, ഈ ജാഥയ്ക്ക് പിന്തുണയായി വരുന്നത്. അത് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇതാണ് മുഖ്യമായ ലക്ഷ്യം. അതുകൊണ്ട് രാഷ്ട്രീയ കക്ഷികളെ, കോർപ്പറേറ്റുകൾക്ക് കൊടുക്കുന്ന പിന്തുണ, സഹകരണം അത് അവസാനിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കണം. ജനങ്ങളെ ബോധവൽക്കരിക്കണം, അതിനെതിരെ പ്രതികരിക്കണം. അതിനെതിരെ രാഷ്ട്രീയ പാർട്ടികൾ ആ നയത്തിലേക്ക് വരണം. രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇപ്പം മനസ്സിലായി തുടങ്ങി ഈ വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്ക് ഇത്രയും പിന്തുണ വരാൻ കാര്യമില്ല. ജനങ്ങൾ അസ്വസ്ഥരാണ്, ജനങ്ങൾ സംതൃപ്തരല്ല, ജനങ്ങൾ സാമ്പത്തികമായി തകർന്നുകൊണ്ടിരിക്കുന്നു, ജനങ്ങളുടെ വാങ്ങശേഷി പൂർണ്ണമായി തകർന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ജനങ്ങൾ ഇത്രയധികം ഈ ജാഥയെ സ്വീകരിക്കുന്നത്, പിന്തുണയ്ക്കുന്നത്. ഈ നമ്മുടെ ഏകോപന സമിതിയെ സംബന്ധിച്ചിടത്തോളം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കുന്ന ഈ സംഘടന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉൾക്കൊള്ളുന്ന ഒരു മഹാസമുദ്രം. നമുക്കറിയാം, തോടുകളും പുഴകളും ഒക്കെ എവിടെ വന്ന് സംഗമിക്കുന്ന സമുദ്രത്തിലാണ് എന്നതുപോലെ വ്യാപാരി സമൂഹത്തെയും സംരംഭ സമൂഹത്തെയും സാധാരണക്കാരെയും പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനമാണ് ഏകോപന സമിതി എന്നുള്ളത് നമ്മുടെ 29 ആവശ്യങ്ങൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. അത് തന്നെ ശ്രീ അബ്ദുൽ ഹമീദ്, ദേവസ്യാട്ടനും ശ്രീ ബാബുകുട്ടനൊക്കെ സംസാരിച്ചതുപോലെ ചരിത്രത്തിൽ ആദ്യമായി നമ്മൾ സമരം പ്രഖ്യാപിച്ച് ഒരാഴ്ച കഴിയുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗം കൂടി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ആവശ്യങ്ങൾ അംഗീകരിച്ചു. 1, വ്യാപാര മന്ത്രാലയം. 2, 4% നമ്മുടെ സംരംഭകർക്ക് പലിശയ്ക്ക് പണം തരാം. 3, നമുക്കൊരു ഇൻഷുറൻസ് പദ്ധതി ആലോചിക്കാം. ഈ 3 അത് കഴിഞ്ഞ് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി 5 ആവശ്യങ്ങൾ കൂടി അംഗീകരിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ആംനസ്റ്റി സ്കീം. ആ ആംനസ്റ്റി സ്കീമിലൂടെ 20,000 ആളുകളുടെ ആത്മഹത്യ നമുക്ക് ഒഴിവാക്കാൻ പറ്റി. അപ്പം അത് നമ്മൾ സംഘടിച്ച് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നിൽക്കുന്നത് കൊണ്ടാണ് നമുക്കിനി ഒട്ടനവധി കാര്യങ്ങൾ നേടാനുണ്ട്. വളരെ വിശദമായി മറ്റു ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതിനെക്കുറിച്ച്
മുന്നോട്ട് ഒന്നും പറയുന്നില്ല. തീർച്ചയായും ഈ ജാഥയിൽ നിങ്ങൾ കാണിച്ച വിശ്വാസം, ഈ ജാഥയോട് നിങ്ങൾ കാണിക്കുന്ന സമീപനം, ഈ നാട്ടിലെ ജനങ്ങൾ കാണിക്കുന്ന സമീപനം ഒക്കെ ഈ സംഘടന ഉൾക്കൊള്ളുന്നു. ഇതൊക്കെ ഏറ്റെടുത്തുകൊണ്ട് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കുമെന്നും നിങ്ങൾ കാണിച്ച വിശ്വാസം, നിങ്ങൾ കാണിച്ച സ്നേഹം 1-ന് 10ആയി, 10-ന് 100ആയി, 100-ന് 1000-മായി ഈ സംഘടന നിങ്ങൾക്ക് തന്നിരിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾ നൽകിയ സ്നേഹോഷ്മമായ സ്വീകരണം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ വിസ്മരിക്കില്ല എന്ന്, എത്രയൊക്കെ നന്ദി പറഞ്ഞാലും മതി വരില്ല എന്ന്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് നന്ദി പറയുന്ന അധികം പ്രകടനം. ഇത്രയധികം നിങ്ങളുടെ സഹോദരനെ നിങ്ങൾ സ്നേഹിച്ചു, അതിന് ഞാൻ അങ്ങേയറ്റം കടപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. നമ്മൾ വളരെ ചിട്ടയോടുകൂടി ചെയ്യണം. തെക്കും തിരക്കും ഉണ്ടാക്കി എല്ലാവരും അതിനുള്ള സമയമുണ്ട്. തെക്കും തിരക്കും ഉണ്ടാക്കി ഇതിനെ നല്ല രീതിയിൽ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുകൊണ്ട് ഒരു വാദം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു വലിയ നന്ദി ഇവിടെ രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മുടെ സംഘടനയുടെ സ്നേഹവും കൂറുകൊണ്ട് ഏകദേശം 3:30 മണി മുതൽ 9 മണി വരെ പീഡിക തുറന്നു വെച്ചിരുന്ന ആയിരക്കണക്കിന് ആൾക്കാർ പീഡിക കൂട്ടുന്നത് കൊണ്ടും നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വീട്ടിൽ വരുന്നതുകൊണ്ട് തിരികെ പോയിട്ടുണ്ട്. ഇവിടെയുള്ള ഭാരവാഹികൾ സ്വീകരിക്കേണ്ടതാണ്. ഹരിപ്പാട് മണ്ഡലം, ഹരിപ്പാട് യൂണിറ്റ്, ഹരിപ്പാട് കഴിഞ്ഞാൽ ചേപ്പാടാണ്, അടുത്ത് നിൽക്കണം. ഈ വിളിക്കുന്ന യൂണിറ്റുകൾ അടുത്ത് നിന്നാൽ വളരെ സൗകര്യപ്രദമായിരിക്കും. ഹരിപ്പാട് യൂണിറ്റ് VC ഉദയകുമാർ, ഐ ഹലീൽ, സുരേഷ് ഭവാനി. അതുപോലെ ദയവായി ഒരു അറിയിപ്പുണ്ട്, എല്ലാവർക്കും ഭക്ഷണം പാക്ക് ചെയ്ത് ഇവിടെ ഉണ്ട്. അത് നമ്മൾ വാങ്ങുകയോ കഴിക്കുകയോ ചെയ്യാൻ ആരും പോകരുത്. ദയവായി എല്ലാവരും വാങ്ങിയിട്ട്. ഹരീഷ് കുമാർ, മുതുകുളം യൂണിറ്റ് S കൃഷ്ണകുമാർ, D രവീന്ദ്രൻ, ജയശങ്കർ. തൃക്കുന്നപ്പുഴ യൂണിറ്റ് അബ്ദുള്ള അബ്ദോളി, PC ഗോപാലകൃഷ്ണൻ, നാസർ. ഒരു സൈഡിലൂടെ സ്വീകരിച്ച് മറ്റേ സൈഡിലൂടെ ഇറങ്ങിയതിൽ സൗകര്യമായിരിക്കും. ചിന്തോലി യൂണിറ്റ് CS മോഹൻ, മുഹമ്മദ് സലീം, രതീഷ്, രാജകൃഷ്ണ, ഹുസൈൻ. ഇപ്പുറത്തോട്ട് ആ സൈഡിലോട്ട് പോയിക്കോ. കാർത്തികപ്പള്ളി യൂണിറ്റ് ഡേവിഡ്സൺ, രജുരാജൻ, ഷിജുരാജൻ, താഹ കുഞ്ഞ്, അജയ്കുമാർ, യേശു, വബിലു, മുഹമ്മദ് സഫീർ. ബാറ്ററി ഡീലേഴ്സ് അസോസിയേഷന് വേണ്ടി രാജീവ് സ്പെക്ട്ര, നാസർ ചാരുമൂട്. പള്ളിപ്പാടി യൂണിറ്റിന് വേണ്ടി ഗോപിനാഥ് പിള്ള, കൃഷ്ണകുമാർ. ഹരിപ്പാട് യൂണിറ്റിലെ യൂത്ത് വിങ് സജീദ് ഗായൽ, അജു ആനന്ദ്, ഷിബു വിനായക, ഷെരീഫ് ഇത. ഹരിപ്പാട് കായംകുളം കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരവാഹികൾ, മേഖലാ കമ്മിറ്റിക്ക് വേണ്ടി SK നസീർ, പ്രസിഡന്റ് രമേശ് ആര്യാസ്, സൈഫുദ്ദീൻ, മാർവൽ, ശ്രീഹരി, എബിൻ റോയൽ, റായിസ് ഇൻഫോർട്ട്, സുരേഷ് എണ്ണായി, വിവേകാനന്ദൻ പാട്ടത്തിൽ, രമ്യ പ്രഭു, ബിന്ദു രാജസുധ, ബദറുദ്ദീൻ മലബാർ, ബഷീർ ബിരിയാണി, ഷിഹാബുദ്ദീൻ പള്ളിപ്പുഴ, പ്രസന്നൻ പ്രദേശ്, ഷൈജു, ത്രാഹാക്കുട്ടി, മേലാത്തറയിൽ. ഇങ്ങോട്ട് തിരിച്ചത് യൂണിറ്റുകളിൽ ഒപ്പിട്ടുള്ള നിവേദനങ്ങളല്ല തന്നെ ജില്ലാ ഏൽപ്പിക്കേണ്ടതാണ്. അടുത്തത് മാവേലിക്കര നിയോജകമണ്ഡലമാണ് കളിക്കുന്നത്. മാവേലിക്കര നിയോജകമണ്ഡലത്തിന്റെ നിയോജക പ്രസിഡന്റ് അബ്ദുൽ മണത്തിൽ ഷുക്കൂർ, നിയോജക സെക്രട്ടറി മണികണ്ഠൻ വിശ്വപ്പ് ഉൾപ്പെടെയുള്ളവർ സ്വീകരണം നൽകേണ്ടതാണ്. ആദ്യഘട്ടമുള്ള പ്രസിഡന്റ് അയ്യൂബ് ഖാൻ കുട്ടക്കാട്ടുശ്ശേരി, സെക്രട്ടറി ഷാനവാസ് കണ്ണങ്കര. പുറസനാട് യൂണിറ്റിന് വേണ്ടി ശ്യാമോൽ VS പ്രാണകുട്ടൻ പ്രസിഡന്റ് സെക്രട്ടറി വരേണ്ടതാണ്. ഡോർനാട് യൂണിറ്റിന് വേണ്ടി ഹരിശങ്കർ, ശ്രീ മഹേന്ദ്രദാസ്. ദയവായി ഒരു സൈഡിൽ കൂടെ മറ്റൊരു സൈഡിൽ കൂടെ പോകുന്ന സമയം ഉണ്ടെങ്കിൽ എളുപ്പമാവും. രണ്ട് സൈഡിൽ കൂടെ ആള് കയറിയാൽ നമുക്ക് എല്ലാവർക്കും സമയം നഷ്ടം ഉണ്ടാവും.
പറയുന്ന യൂണിറ്റിന് വേണ്ടി സ്വാഗത വാസന മുരളി സെക്രട്ടറി. താമരകുളം യൂണിറ്റിന് വേണ്ടി ഹാജി മുസ്തഫ റൌത്തർ സെക്രട്ടറി ചെല്ലപ്പള്ളിക്കൻ. തിരിഞ്ഞിക്കല്ലേ? ഉണ്ട്. ഞാൻ പോത്തില്ല. ഉണ്ട്. മാറാൻ പറ. രണ്ട് സൈഡിൽ വാ. നൗഷാദ് നാസ് കാമ്പശ്ശേരി യൂണിറ്റിന് വേണ്ടി സ്വീകരിക്കേണ്ടതാണ്. വള്ളിക്കുളം യൂണിറ്റിന് വേണ്ടി ഭരതൻ ഷെക്കൂർ സമയമില്ല. മാതാഗിരി യൂണിറ്റിന് വേണ്ടി ദേവരാജകുമാർ ടി എൻ രാജഗോപാൽ. ഈ യൂണിറ്റ് ഈ വിളിക്കുന്ന യൂണിറ്റുകളിലൊക്കെ മറ്റ് സുഹൃത്തുക്കൾ വന്നിട്ട് അവർ കൂടെ സ്വീകരിക്കാൻ എല്ലാവരുടെയും പേര് വിളിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഏത് യൂണിറ്റിൽ നിന്ന് ഈ വിളിക്കുന്നവരുടെ കൂടെ മറ്റുള്ള ആരും വന്നാലും സ്വീകരിക്കാവുന്നതാണ്. കൊളുത്തുകാരി യൂണിറ്റ് ശ്രീ പ്രസാദ് ചന്ദ്രൻ, ശ്രീ ദിവാകരൻ ചന്ദ്രൻ. സ്വീകരിക്കുന്നവര് ദയവായി ഫോട്ടോ പോസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഒത്തിരി സമയമാവും. പെട്ടെന്ന് ദയവായി ഇട്ട് മാറിയാൽ വളരെ സന്തോഷമായിരിക്കും. മാവേലിക്കര യൂണിറ്റിന് വേണ്ടി ശ്രീ റോയി സാർ, ശ്രീ നന്ദകുമാർ. തട്ടാരമ്പലം യൂണിറ്റിന് വേണ്ടി ശ്രീ അനിൽ, ശ്രീ രവി. ചെറ്റുകുളങ്ങര യൂണിറ്റിന് വേണ്ടി ശ്രീ ബിജു തമ്പി, ശ്രീ ഹരിദാസ്. കരിമേല യൂണിറ്റിന് വേണ്ടി ശ്രീ രാധാകൃഷ്ണൻ രാധാലയം, ശ്രീ ഡി തമ്പാൻ. തിരുവനന്തപുരം യൂണിറ്റിന് വേണ്ടി ശ്രീ അയ്യൂബ് ഖാൻ റാവുത്തർ, അമീർ അലി. മലനാട് യൂണിറ്റിന് വേണ്ടി ശ്രീ അനിൽ അമ്പിളി. കുറച്ചും കൂടെ തിരിഞ്ഞോ. എക്സൈഡ് താര ബാറ്ററി ഓതറൈസ് ഡീലറിന് വേണ്ടി ശ്രീ താര സന്തോഷ്. അർമാനാണോ എന്നെ വല്ല ഉമ്മയൊക്കെ കൊടുത്ത് ചാരുമൂടിയുടെ അറിയിക്കേണ്ടതാണ്. അതിന്റെ പേര് പ്രത്യേകം വായിക്കുന്നതിന് നമ്മൾ ചാരുമൂടി മുഴുവൻ ആൾക്കാരും നമ്മൾ സമയക്കുറവുണ്ട്. ഇവിടെ നോക്കിയേ അടിപൊളി. ഓക്കെ, നമ്മുടെ വണ്ടിയിലിട്ട് ഞങ്ങളുടെ വണ്ടിയിലോട്ടാ വെയിറ്റ് കൂടിയ സാധനം. അതിൻ്റെ വണ്ടി 13 ദിവസമായി യാത്ര. ഇടപ്പള്ളി യൂണിറ്റിന്റെ വിജയലക്ഷ്മി ജ്വല്ലറി ജോർജ് വർഗീസ്. മാറ്റിക്കോ മാങ്കാലിയുടെ വൈസ് പ്രസിഡന്റ് നൗഷാദ് മാങ്കാലി. ഹലോ ഓ അതിന്റെ ഫ്രണ്ട് കയറിക്കല്ലേ. ദയവായി ടിക്കറ്റ് എടുക്കുന്നുണ്ട്. എല്ലാവർക്കും സ്വീകരണത്തിന് സമയമുണ്ട്. നമുക്ക് എല്ലാവർക്കും ആയിരക്കണക്കിന് സ്വീകരണം കൊടുക്കാൻ സമയം നമ്മൾ തരാം. ദയവായി ടിക്കറ്റ്. അടുത്തായി കായംകുളം മേഖലയാണ് വിളിക്കുന്നത്. കായംകുളം മേഖല യൂണിറ്റ് അടിസ്ഥാനത്തിൽ വിളിക്കും. നിങ്ങൾ ദയവായി കായംകുളം നിയോജകമണ്ഡലത്തിലെ നിയോജകമണ്ഡല പ്രസിഡന്റ് ശ്രീ ശ്രീസമാധം മന്ത്രിമാർ അല്ലെങ്കിൽ അത് തന്നെ പിന്നെ ഇട്ടുകൊണ്ടിരിക്കും. ഗോൾഡ് ആൻഡ് റെസ്റ്റോറൻറ്റ് കായംകുളം ഗോൾഡ് ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ, സിൽവർ മെർച്ചൻസ് അസോസിയേഷൻ, സലീം അപ്സര,
സെക്രട്ടറി സൂര്യ മുഹമ്മദ്, ജോർഡൻ സിവിൽ മർച്ചന്റ്സ് അസോസിയേഷൻ സജീവ AHM ഹുസൈൻ, സൂര്യ മുഹമ്മദ്, ട്രഷറർ സുരേഷ്. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പ്രിയങ്കനായ കായംകുളം ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരവാഹികൾ. കായംകുളം നിയമത്തിലെ കണ്ടിയൂർ യൂണിറ്റ് പ്രവർത്തകർ. മാത്രം വിളിച്ചേ അസോസിയേഷൻ കായിക യൂണിറ്റ് ഭാരവാഹികളെ അതിരപൂർവ്വം ക്ഷണിക്കുന്നു. ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ അത് പ്രിയപ്പെട്ട പ്രവർത്തകരെ ക്ഷണിക്കുന്നു. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ അസോസിയേഷന്റെ പ്രിയങ്കരായ പ്രവർത്തകരെ സ്വീകരിക്കുന്നതായി ക്ഷണിക്കുന്നു. എന്തോടെ ഫോട്ടോ ആ സൈഡിൽ നിന്ന് മാറി ഇറങ്ങിപ്പോ. ഫോട്ടോ ഫോട്ടോ ഇങ്ങോട്ട് ഇങ്ങോട്ട്. അസോസിയേഷൻ ഗാർമെന്റ്സ് അസോസിയേഷൻ മൊബൈൽ ഫോൺ അസോസിയേഷൻ പ്രിയങ്കരായ പ്രവർത്തകരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.